യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഷെയർ ചെയ്യപ്പെടുന്ന വ്യാജ വാർത്താ നിർമ്മിതികൾക്ക് മിസൈലുകളേക്കാൾ വേഗമാണ്. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നൂറുകണക്കിന് വ്യാജ വാർത്തകളും ദൃശ്യങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നത്. പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖം ഇന്ത്യ തകർത്തു. ജലന്ധറിൽ പാകിസ്ഥാൻ ചാവേർ ആക്രമണം നടത്തി. ഗുജറാത്തിലെ ഹസിറ തുറമുഖത്ത് ആക്രമണം നടന്നു. യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഷെയർ ചെയ്യപ്പെടുന്ന വ്യാജ വാർത്തകൾക്ക് മിസൈലുകളേക്കാൾ വേഗമാണ്. യുദ്ധം ഏത് രാജ്യത്തെയാണെങ്കിലും ആത്യന്തികമായി സകല മേഖലയെയും ബാധിക്കുന്നതാണ്. ഇന്ത്യയിലെ ഓരോ കോണിലുമുള്ള കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് അതിവേഗമാണ് ഇത്തരം വ്യാജ വാർത്തകളും ദൃശ്യങ്ങളും എത്തുന്നത്. എണ്ണിയാൽ തീരാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇതൊക്കെ പടർന്നു പിടിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടു എന്നുവരെ വാർത്തകൾ പ്രചരിപ്പിച്ചു. പ്രതിരോധ നടപടികളിലായതിനാൽ തന്നെ അതീവ ജാഗ്രതയോടെ ഷെയർ ചെയ്യപ്പെടേണ്ട വിവരങ്ങളാണ് രാജ്യസ്നേഹത്തിന്റെ പേരിൽ ചില തൽപര കക്ഷികൾ കൃത്രിമമായി നിർമ്മിക്കുന്നത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാത്രം ഒരു ദിവസം 2 ഡസനിലേറെ വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിൽ തന്നെ കാര്യത്തിന്റെ ഗൗരവം വ്യക്തമാണ്. മുഹമ്മദ് സുബൈർ എന്ന ഫാക്ട് ചെക്കിംഗ് ബ്ലോഗർ ഒരു ദിവസം ഷെയർ ചെയ്യുന്നത് നൂറുകണക്കിന് വ്യാജ വാർത്തകളെ കുറിച്ചുള്ള അറിയിപ്പുകളാണ്. യുദ്ധം പോലെ തന്നെ ഭീകരമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും എന്നത് കൃത്യമായി പരിശോധിച്ചു പോകേണ്ട വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.